Yuri Tielemans to Manchester United. Here we go. What a മറിമായം സൈനിങ്. ഇത് എവിടുന്ന് വന്നെന്നൊരു പിടുത്തമില്ല. ഇത്രയും നാൾ വരെ യൂറി ടീലമെൻസിന്റെ പേര് ഒരു ചർച്ചയിലും ഒന്നിലുമില്ല. ജസ്റ്റ് ഇന്ന് റൊമാനോ ആൻഡ് ഓൺസ്റ്റീൻ മെസ്സേജ് ചെയ്യുന്നു, ലൈക്ക് അഡ്വാൻസ് ടേംസിലാണെന്ന് പറയുന്നു. പിന്നെ തൊട്ടടുത്ത ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ വീണ്ടും അടുത്ത കൺഫർമേഷൻ, ഹിയർ വി ഗോ. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ സൈനിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, ഓർ അഗ്രീഡ് ടേംസ് ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഡീൽ ഇസ് വർത്ത് 35 മില്യൺ പൗണ്ട്സ്. ഈ എമൗണ്ട് ആണ് യൂറി ടിൽമെൻസിന്റെ റിലീസ് ക്ലോസ്. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്തിരിക്കുകയാണ്. സോ സൈനിങ് ദറ്റ് ഇസ് ലൈക്ക് നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന സൈനിങ് ആണ്. ലിറ്റിൽ ബിറ്റ് ലേറ്റ്, പക്ഷേ എന്നിരുന്നാൽ പോലും ഐ തിങ്ക് ദിസ് സൈനിങ് വുഡ് ബി ലൈക്ക് എ ഗുഡ് സൈനിങ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സൈനിങ്ങും ഈ 22, 23 അല്ലെങ്കിൽ 25 ആ റേഞ്ചിൽ തന്നെ നിൽക്കണം എന്ന് നിർബന്ധമില്ല. ചില സൈനിങ്സ് കുറച്ചുകൂടെ ഒന്ന് ഓൾഡ് ആയാലും, ബട്ട് വെൻ വി ഗെറ്റ് ലൈക്ക് എ വാസ്റ്റ് റേഞ്ച് ഓഫ് എക്സ്പീരിയൻസ്, അങ്ങനത്തെ സൈനിങ്സും കൂടെ നമ്മൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും. സോ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സൈനിങ് തന്നെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ലൈക്ക് കംപ്ലീറ്റ് സർപ്രൈസ് അല്ലേ. നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഇങ്ങനത്തെ ഒരു സൈനിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പല ആൾക്കാരും പറയുന്നൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏജ്. 29 ഇയേഴ്സ് ആണ് ഇപ്പോൾ കറൻ്റ്ലി യൂറി ടിലെമൻസിൻ്റെ ഏജ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബ്രൂണോ ഗിമാറസ്, നമ്മളെല്ലാവരും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നത്. ബ്രൂണോ ഗിമാറസിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 28, 29 ആ റേഞ്ച് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഏജ് അല്ല പ്രശ്നം. ഇവിടെ എന്ന് പറഞ്ഞാൽ വി നീഡ് എക്സ്പീരിയൻസ്. കാരണം നമ്മളൊരു യങ് സ്ക്വാഡുമായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് യങ് ബോയ്സുമായിട്ട് മാത്രം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ബിക്കോസ് ദർ വുഡ് ബി ഗെയിംസ് വെൻ എക്സ്പീരിയൻസ് മാറ്റേഴ്സ് അ ലോട്ട്. ഒരു വലിയ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും, പിന്നെ എന്താ പറയുക, മേജർ കോമ്പറ്റീഷൻസ് ചെയ്തിട്ടുള്ളതും വിൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്ലെയറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ദറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഹിം. കഴിഞ്ഞ വർഷത്തെ യൂറോപ്പ കപ്പ് ജയിച്ച ആസ്റ്റൺ വില്ലയുടെ ലൈക്ക് വൺ ഓഫ് ദ മെയിൻ പ്ലെയേഴ്സ് ആയിരുന്നു. ഹി വാസ് വൺ ഓഫ് ദ പീപ്പിൾ ഹു വെർ റൈറ്റ് ദെയർ ഇൻ ദ മിഡിൽ കൺട്രോളിങ് ഗെയിംസ്. പിന്നെ അതിനുശേഷം ഫൈനലിൽ ആ കപ്പ് അവർ വിജയിച്ച സമയത്ത് ഫൈനലിൽ ഗോളും അടിച്ച് ആസ്റ്റൺ വില്ലനെ വിജയത്തിലേക്ക് എത്തിച്ച ഒരു പ്ലെയറും കൂടെയാണ്. സോ ഐ ആം ലൈക്ക് ഭയങ്കര എക്സൈറ്റഡ് എന്നല്ല, പക്ഷേ ഐ തിങ്ക് ലൈക്ക് ദിസ് ഇസ് എ വെരി പോസിറ്റീവ് സൈനിങ്. നമുക്ക് ഞാൻ പറഞ്ഞ കണക്ക് എല്ലാവരും ഈ ചെറിയ പ്രായത്തിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. പീപ്പിൾ വിത്ത് എക്സ്പീരിയൻസ്, പിന്നെ എന്താ പറയുക, കുറേ ഗെയിം നോളജും ഇങ്ങനത്തെ എല്ലാം കൊണ്ടുവരാനായിട്ട് ഈ ഒരു പ്ലെയറിന് സാധിക്കുമെങ്കിൽ ഡെഫിനറ്റ്ലി വൈ നോട്ട്. ഇത് തന്നെയാണ് നമ്മൾ എറിക്സനെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്നത്. എറിക്സനെ കുറച്ച് വർഷങ്ങൾക്ക് നമ്മൾ കൊണ്ടുവന്നു, ബട്ട് ദെൻ ദ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ദറ്റ് ഹി പ്രൊവൈഡഡ് ടു ദ ടീം, എന്താ പറയുക, ആ ഒരു പല ഗെയിംസിനകത്തും എറിക്സന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടു. സോ മേ ബി ഈ ഒരു പ്ലെയറും അങ്ങനെ ആ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ആൻഡ് നമുക്ക് ലൈക്ക് എല്ലാം ഒരേ എന്താ പറയുക ടൈപ്പ് ഓഫ് പ്ലെയേഴ്സ് വേണ്ട, ലൈക്ക് കുറച്ച് ഡിഫറൻസും എന്തായാലും വേണം. ആൻഡ് ഹിയർ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു എമൗണ്ട് വാല്യൂ 35, കറൻ്റ്ലി ദിസ് 35 ഇസ് എ വെരി ഡീസൻറ്റ് എമൗണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇൻഫ്ലേറ്റഡ് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 35 മില്യൺ ഒക്കെ ഒരു പ്ലെയറിന് ആൻഡ് ദറ്റ് ടു വിത്ത് സച്ച് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഒന്നും കിട്ടാൻ പറ്റത്തില്ല. കാരണം ബ്രൂണോ ഗിമാറസിന് തന്നെ അവർ പറഞ്ഞിരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 65 to 70 മില്യൺ. ഇതിപ്പം ഏകദേശം അതിൻ്റെ പകുതിക്കാണ് ആ ഒരു എമൗണ്ടിലേക്ക് കിട്ടുന്നത്. സോ ബ്രൂണോ ഗിമാറസിനെയും കാട്ടി കുറച്ചുകൂടെ എന്താ പറയുക, ഒരു ബിഗ് ഗെയിം എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ യൂറോപ്പ ഒക്കെ വിജയിച്ച ടീമിൽ മെയിൻ സ്റ്റേ ആയിട്ട് നിന്നിരുന്ന പ്ലെയറാണ്. സോ ഐ മീൻ ലൈക്ക് ദിസ് ഇസ് എ റിയലി ഗുഡ് സൈനിങ്. ആൻഡ് പ്രൈസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ഫാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പും ഈ പ്ലെയറിനെ കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, ബട്ട് ദെൻ അന്ന് നടന്നിട്ടില്ല. ആൻഡ് ലെസ്റ്ററിന് കളിച്ചുകൊണ്ടിരുന്നതിന് ശേഷം ഹി വാസ് എ ഫ്രീ ഏജൻറ്റ് ദറ്റ് ടൈം. അവിടുന്നാണ് ആസ്റ്റൺ വില്ല പൊക്കിക്കൊണ്ട് പോകുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലൈക്ക് വൈ നോട്ട് വി ഗെറ്റ് ഹിം. കാരണം ഒരു ഫ്രീ ട്രാൻസ്ഫർ ആണ്, നല്ല ഗുണം ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരിക്കുമെന്ന് അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് നമ്മളത് കൊണ്ടുവന്നില്ല. പക്ഷേ അന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു 35 മില്യൺ ലാഭിക്കായിരുന്നു. ആൻഡ് വി കുഡ് ഹാവ് ഹാഡ് എ പ്ലെയർ വിത്ത് എക്സ്പീരിയൻസ്. യൂറി ടിലെമൻസ് ചിലപ്പോൾ നമ്മുടെ എല്ലാ ഗെയിംസും സ്റ്റാർട്ട് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് കാരണം കോബി മെയിനും ഉണ്ട്, ആൻഡ് വി മൈറ്റ് ബി ഗെറ്റിംഗ് വൺ മോർ ഒരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഗെയിമിൻ്റെ സെക്കൻഡ് ഹാഫിലൊക്കെ വരാൻ പറ്റും എന്നുള്ളൊരു പ്ലെയറാണ് ഹു ക്യാൻ കം ആൻഡ് ഇമ്പാക്ട് ദോസ് ഗെയിംസ്. അപ്പോൾ പിന്നെ ചില ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ സംശയം, ഈ ഒരു പ്ലെയർ വരുമ്പോൾ നമ്മുടെ മിഡ് റൺ ഓവർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം കസിമീറോ സ്ലോ ആയിരുന്നു. അപ്പോൾ അതേപോലെ കോബി മെയിനു, യൂറി ടിലെമൻസ് ഈ ഒരു കോമ്പിനേഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും സ്ലോ ആകുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹി മൈറ്റ് നോട്ട് ബി പ്ലേയിങ് ഓൾ ദ ഗെയിംസ്. എല്ലാ കളികളും കളിക്കണമെന്നില്ല. ചില കളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോ ബ്ലോക്കിനെതിരെ കളിക്കുന്ന കളികളുണ്ടാവും. സോ ദേ വുഡ് ബി ടീംസ് ദേ സിറ്റ് ബാക്ക് ആൻഡ് ഡിഫെൻഡ്. അപ്പോൾ അങ്ങനത്തുള്ള സാഹചര്യങ്ങളാണ് ഇതേപോലത്തുള്ള എക്സ്പീരിയൻസ് പ്ലെയേഴ്സിൻ്റെ ഗുണം വരുന്നത്. ചില ഗെയിമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ
നമ്മുടെ മിഡ്ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഫാസ്റ്റ് പേസ്ഡ് ഗെയിമുകൾ നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഗെയിമിൽ ചിലപ്പോൾ യൂറി ടിലെമൻസ് കളിക്കത്തില്ല. ഹി മൈറ്റ് ബി ലൈക്ക് ഇൻ ദി ബെഞ്ച്, മേ ബി സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നത് ഉള്ള ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആസ്റ്റൺ വില്ലയ്ക്ക് ഈ പ്ലെയറിന് വിട്ടുകൊടുക്കാനായിട്ട് ഒട്ടും താല്പര്യം ഇല്ല എന്നുള്ള ന്യൂസാണ് കേൾക്കുന്നത്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ട്രിഗേർഡ് ദ റിലീസ് ക്ലോസ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ റിലീസ് ക്ലോസ് വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ടീം ഇഫ് ഇൻട്രസ്റ്റഡ് ഇൻ ദറ്റ് പ്ലെയർ ആൻഡ് അവർക്ക് വേണമെന്നുള്ളതുണ്ടെങ്കിൽ ദേ ക്യാൻ ട്രിഗർ ദറ്റ് റിലീസ് ക്ലോസ് ആൻഡ് പേ ദറ്റ് ഫുൾ എമൗണ്ട് ആൻഡ് ഗെറ്റ് ദ പ്ലെയർ. അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സോ ഇനിയോസ് ചെയ്തിട്ടുള്ള ഈ ഒരു ട്രാൻസ്ഫർ ഐ തിങ്ക് നമുക്ക് കൂടുതൽ അതൊരു പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. ആൻഡ് ദേ ആർ നോട്ട് ഗിവിങ് എനിത്തിങ് ടു ദ പ്രസ്. ഇതിനു മുമ്പ് നമ്മൾ ആൻഡ്രേ സാൻഡോസിൻ്റെ ട്രാൻസ്ഫർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതും അങ്ങനെയായിരുന്നു. ഒരു 3-4 ദിവസത്തിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു ട്രാൻസ്ഫർ റൂമർ മാത്രമായിട്ടുണ്ടായിരുന്ന സംഭവം പെട്ടെന്നാണ് ഹിയർ വി ഗോയിൽ എത്തിയത്, ലൈക്ക് ട്രാൻസ്ഫർ കൺഫർമേഷൻ കിട്ടിയത്. അപ്പോൾ അതേപോലത്തെ ഒരു ട്രാൻസ്ഫറാണ് ഇതും. ലൈക്ക് ഒരു തരത്തിലുള്ള ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ല, ഒരു ന്യൂസും ലീക്കായിട്ടില്ല, മീഡിയയ്ക്കൊന്നും ഒരു ഐഡിയ പോലും ഉണ്ടായിരുന്നില്ല. സഡൻലി ആണ് ഈ ഒരു റിപ്പോർട്ട് വരുന്നത്, ഹിയർ വി ഗോ ഉടനെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അഡ്വാൻസ് ടോക്സിലാണ് എന്നൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു 15-20 മിനിറ്റ്സിൻ്റെ അകത്ത് വി ഗെറ്റ് ദ ന്യൂസ് ദാറ്റ് ദിസ് ഇസ് ഡൺ. അപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് അനോണിമിറ്റി നമ്മുടെ മാനേജ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഗുഡ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയേഴ്സിൻ്റെ കാര്യങ്ങൾ നേരത്തെ ലീക്കായി കഴിഞ്ഞാൽ മീഡിയ അത് പല രീതിയിലും വളച്ചൊടിക്കാനും പിന്നെ പ്ലെയേഴ്സിൻ്റെ പൈസ ദ റേറ്റ് അത് ഇൻഫ്ലേറ്റ് ചെയ്യപ്പെടാനും ഒക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അതിനെക്കാട്ടി നല്ലത് ഡയറക്റ്റ് കോൺടാക്ട് നടത്തുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള റൂമേഴ്സും കാര്യങ്ങളൊന്നും വരാതെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ നടക്കാനായിട്ട് അത് സഹായിക്കുന്നു. പിന്നെ ഈ ഒരു ട്രാൻസ്ഫറിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫറും പിന്നെ ആൻഡ്രേ സാൻഡോസിൻ്റെ ട്രാൻസ്ഫർ, ഇവർ രണ്ടും കൂടെ ചേർന്നിട്ട് നമ്മൾ 50+35 85 മില്യനാണ് നടത്തിയത്. ഈ സെയിം എമൗണ്ട് തന്നെയാണ് മെത്തേയോസ് ഫെർണാണ്ടസിന് ടോട്ടനം കൊടുത്തത്. അല്ലെങ്കിൽ മെത്തേയോസ് ഫെർണാണ്ടസിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഇത് തന്നെയായിരുന്നു, 85 മില്യൺ. സോ 85 മില്യന് ഗെറ്റിംഗ് എ പ്ലെയർ ഹു ഹാസ് പൊട്ടൻഷ്യൽ, പക്ഷേ ഹു ഹാസ് നോട്ട് പ്രൂവ്ഡ് ഹിംസെൽഫ്. അങ്ങനത്തെ ഒരു പ്ലെയറിനെ കാട്ടി എന്തുകൊണ്ടും ബെറ്റർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ രണ്ട് സൈനിങ്സ്. ലൈക്ക് ആൻഡ്രേ സാൻഡോസ് വിത്ത് ചെൽസി ഒരു വർഷം കളിച്ചു, പക്ഷേ എന്നിരുന്നാൽ പോലും ലൈക്ക് ഹി ഹാസ് ഗോട്ട് എക്സ്പീരിയൻസ്, നല്ല ടാലൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് നൗ യൂറി ടിലെമൻസ് ഹു ഹാസ് ഗോട്ട് ലൈക്ക് വൈഡ് റേഞ്ച് ഓഫ് എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പം ഞാൻ ഈ ഒരു സൈനിങ്ങിനെ പോസിറ്റീവായിട്ട് തന്നെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞതുപോലെ എല്ലാം നമുക്ക് ഈ ചെറിയ ചെറിയ പയ്യന്മാരും മാത്രമായിട്ട് വേണ്ട, ലൈക്ക് ഹ്യൂജ് പ്ലെയേഴ്സ്, ലൈക്ക് ഹ്യൂജ് ഗെയിം പ്ലെയേഴ്സ്, വലിയ ഇമ്പോർട്ടൻറ്റ് ഗെയിംസിലും ലൈക്ക് നമുക്ക് വലിയ ടെൻസ്ഡ് ഗെയിംസ്, ഇപ്പം ചാമ്പ്യൻസ് ലീഗ് പോലത്തേക്കുള്ള ഗെയിംസിലൊക്കെ ഇത് കണക്കത്തെ പ്ലെയേഴ്സ് ഉറപ്പായിട്ട് നമുക്ക് വേണം. എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നതും പിന്നെ ഒരു കാം ആൻഡ് കമ്പോസ്ഡ് നേച്ചർ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യിപ്പിക്കാനും ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഇതെല്ലാമാണ് ഈ ഒരു പ്ലെയറിൻ്റെ ക്വാളിറ്റീസ്. ആൻഡ് ഹീസ് ലൈക്ക് കാം, വെരി കാം. പിന്നെ അതിനുശേഷം ഒരു പെനൽറ്റി ബോക്സിൻ്റെ ഒക്കെ പുറത്തു നിന്നൊക്കെ നല്ല കണക്ക് ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന ഒരു പ്ലെയറാണ്. ആൻഡ് അങ്ങനെ കുറേ ഗുഡ് ക്വാളിറ്റീസ് ഉള്ള പ്ലെയറാണ്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, നമ്മൾ എത്ര വർഷങ്ങളായിട്ട് ഈ പ്ലെയറിനെ പ്രീമിയർ ലീഗിൽ കാണുന്നതാണ്. സോ വി നോ വാട്ട് കൈൻഡ് ഓഫ് എ പ്ലെയർ ഇസ് യൂറി ടിലെമൻസ്. സോ anyways, like എന്തായാലും happy for the signing. Let's see how it goes. Okay, so thank you so much for watching. Keep supporting. Take care. Bye.